ആകാശവാണി കോഴിക്കോട്. വനിതാവേദി. ഇന്ന് വനിതാവേദിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ മുബഷിറ റഹ്മാൻ. സ്വാഗതം. താങ്ക് യു. നമ്മൾ സ്ത്രീകളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന എല്ലാത്തിനും നമുക്ക് സ്ട്രെസ് എന്നുള്ളൊരു അംബ്രല്ല ടേമിന്റെ തീരെ കൊണ്ടുവരാം. അപ്പം ശരിക്കും എന്താണ് സ്ട്രെസ്? സ്ത്രീകളാണോ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്? അതിനു മുമ്പ് നമുക്ക് ആദ്യം എന്താണ് മാനസികാരോഗ്യം എന്നുള്ള സംഭവത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ഇറ്റ്സ് ഒരു ആബ്സെൻസ് ഓഫ് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പം ആക്ച്വലി ഹെൽത്തി ആവുക ഇല്ലെങ്കിൽ മെന്റലി ഹെൽത്തി ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒക്കുപേഷണലി സ്പിരിച്വലി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പരമാണെങ്കിലും സോഷ്യലി പരമാണെങ്കിലും എല്ലാത്തിലും നമ്മളൊരു വെൽബീങ് ഇല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു ഹെൽത്തി പേഴ്സൺ അല്ലെങ്കിൽ മെൻ്റൽ വെൽബീയിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ യൂഷ്വലി എല്ലാ ആൾക്കാരും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറേ അംബ്രല്ല ടേംസ് ഉണ്ട്. സ്ത്രീകൾക്ക് മാത്രം നമ്മൾ ലേബിൾ ചെയ്ത് വെക്കുന്ന കുറേ സാധനം. ഇപ്പോൾ സ്ത്രീകളൊന്ന് സാഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷനായിരിക്കും കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ടെർമിനോളജീസുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലായിട്ട് ലേബിൾ ചെയ്യുന്നത്? ആൾക്കാർ പറഞ്ഞാൽ ബയോളജിക്കലി അവർ അങ്ങനെയാണ് ജനിപ്പിച്ചിട്ടുള്ളത് ദൈവം എന്നൊക്കെയുള്ള രീതിക്കാണ് പറയുന്നത്. ഹോർമോണാണ്. ഈവൻ നമ്മൾ സ്ത്രീകളാണെങ്കിൽ കൂടിയും നമ്മൾ വേഗം തലയിൽ കൊണ്ടിടുക PCOD ഇല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ആയതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഈ ബയോളജിക്കലി മാത്രമല്ല സ്ത്രീകൾക്ക് നമ്മൾ കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ നോക്കുമ്പോൾ നമ്മളുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് പോലും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യൂഷ്വലി സ്ത്രീകൾ കുറേ കാരണം എക്സ്ട്രാ റോള് പ്ലേ ചെയ്യുന്നുണ്ട് മെന്നെക്കാളും നോക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ കുറച്ചും കൂടി ഡീപ്പർ ലെവൽ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിനെ പറ്റി സംസാരിക്കണം എന്നും അതിനൊരു റോൾ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ യൂഷ്വലി കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബയോമെഡിക്കൽ പെർസ്പെക്റ്റീവിലാണ്. ആ ബയോമെഡിക്കൽ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് കുറച്ചും കൂടി ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഒരു എക്കണോമിക്കൽ പെർസ്പെക്റ്റീവ് കൂടി അതിന് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ നോർമൽ ഒരു മനുഷ്യൻ്റെ ലിവിങ്ങിനെ, ഫങ്ഷനിങ്ങിനെ എന്താ പറയുക, ഡിസ്ഫങ്ഷൻ ആക്കുകയും അല്ലെങ്കിൽ ഡിസ്റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിൽ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ബോസ് എന്നെ വഴക്ക് പറയും എന്നുള്ളൊരു സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്തു തീർക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഡിസ്ട്രെസ്, അതായത് മാനേജർ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് എനിക്ക് വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നില്ല. അതിനെ നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സിൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി സ്ട്രെസ് മെൻ്റൽ ഹെൽത്തിലേക്കൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് റോള് കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന്. ഈ മൾട്ടി ടാസ്കിങ് സ്ത്രീകൾക്ക് ദൈവം കരിഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് പോലെയാണ്. അതിനിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നും ഉണ്ട്. പെൺകുട്ടിയല്ലേ, അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ്, ഞാൻ കുറവുള്ള ആളാണ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനത്തെ ഒരു മൾട്ടി ടാസ്കർ എന്നുള്ളൊരു ലേബൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വുമൻസ് ഡേ കഴിഞ്ഞു. വുമൻസ് ഡേൻ്റെ ഒരു പോസ്റ്ററിൻ്റെ ഒരു രീതികൾ നോക്കിയാൽ മനസ്സിലാവും. മറ്റേ ദുർഗാദേവീനൊക്കെ പോലെ കുറേ കൈകളും കുറേ കൈകളിൽ ചട്ടിയും പാത്രം, ലാപ്ടോപ്പ്, ഒരു കയ്യിൽ കുട്ടി, ഒരു കയ്യിൽ സ്കൂൾ ബാഗ്, അങ്ങനെയൊക്കെ ആയിട്ട്. എനിക്കറിയുന്നില്ല ആൾക്കാർ എന്തുകൊണ്ടാണ് അത്രയും ഗ്ലോറിഫൈ ചെയ്യുന്നുള്ളത്. ഇത് ഈ പാവം പെൺകുട്ടി ഇല്ലെങ്കിൽ എല്ലാം ചെയ്യുന്ന പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു കെണിയാണ്. ആ ഒരു ലേബലിൻ്റെ പുറത്തുനിന്ന് പോകാൻ പാടില്ല എന്ന് സൊസൈറ്റി നിർമ്മിച്ച് വെച്ചിട്ടുള്ള ഒരു ചട്ടക്കൂടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു പാരൻറ്റിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലി സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ പാരൻസ് വാലിഡേഷൻ തന്നിട്ടുണ്ടാവുക നമ്മൾ അവരുദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മളെ ഉൾപ്പെടുന്ന സ്ത്രീകൾ വളർന്നു വരുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ പെണ്ണാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കുറേ സെറ്റ് ഓഫ് റൂൾസ് ആയിട്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ.
അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഓക്കെ പാരൻസ് നല്ല മോളാണ് എന്ന് പറയണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗുഡ് ഗേൾ കണ്ടീഷനിങ്ങിലാണ് നമ്മളെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. അതായത് ഒരു ചെക്ക് ലിസ്റ്റ്, ആ ചെക്ക് ലിസ്റ്റിലെല്ലാം ടിക്കായി കഴിഞ്ഞാൽ ഞാൻ ഗുഡ് ഗേൾ ആണെന്നുള്ളത്. ഈ വളർന്നു വരുന്ന കുട്ടികൾ വലുതായി അവരൊരു റിലേഷൻഷിപ്പിലാവുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ബാക്കി ഒരു അഡൾട്ട് ലൈഫിലേക്ക് എത്തുമ്പോഴൊക്കെ ഒരു വർക്കിലേക്കൊക്കെ കയറുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഇല്ലെങ്കിൽ അവരെന്തോ സംതിങ് ഇസ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വാലിഡേഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസീസ് അവർക്ക് ഉണ്ടാവും. ആൾക്കാരൊക്കെ പ്ലീസ് ചെയ്ത് നിർത്തി എല്ലാവരും സന്തോഷിപ്പിച്ച് ഹാപ്പിയാക്കി എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഈ ഒരു ലൂപ്പിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത്. ഇൻ കേസ് ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ബൗണ്ടറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒരു രസം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടില്ല. അതായത് പ്രോപ്പറായിട്ട് ബൗണ്ടറി വെക്കേണ്ടതിൻ്റെ ഒക്കെ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലേബൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്പെസിഫിക് റോൾസിലേക്ക് മാത്രം സെറ്റ് ചെയ്ത് കെണിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ആരും. മനസ്സിലായോ? അതാണ് നമ്മളതൊരു കെണിയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ആ എല്ലാം ചെയ്യുന്ന ഒരു റോൾ എന്ന് പറയുന്നത് ഭയങ്കര ജെൻഡർ, ഇപ്പോൾ നമ്മൾ മറ്റൊരു ജെൻഡറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യില്ല. കാരണം നമ്മളിങ്ങനെ പുരുഷന്മാരെ കാണുന്ന അവനക്കത് ചെയ്യാൻ പറ്റില്ല. അവനിപ്പോൾ ഒരു വീട് അടിച്ചു വാരുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഒരു പാത്രം കഴുകുന്നുണ്ടെങ്കിലോ സംതിങ് എക്സ്ട്രാ ആയിട്ടാണ് കാണുന്നത്. അവൻ എക്സ്ട്രാ സംതിങ് ചെയ്യുന്നതാണ്. നമ്മളത് എക്സ്ട്രാ അല്ല, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഇല്ലെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ കണ്ടു വളർന്നിട്ട് ഇപ്പോൾ ഒരു നമ്മളുടെ അച്ഛന് ജോലി കഴിഞ്ഞ് വന്നെങ്കിൽ അച്ഛനൊന്ന് വിശ്രമിച്ചോട്ടെ, സംസാരിക്കരുത്, അനക്കുണ്ടാക്കരുത്, ഉറങ്ങിക്കോട്ടെ, നമുക്ക് വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ ഫാക്ടർ എടുത്ത് നോക്കുകയാണെങ്കിലും എത്രമാത്രം ഈ ജെൻഡേർഡ് ആയിട്ടുള്ള ബയാസുകൾ, ഈ പാട്രിയാർക്കൽ സാധനങ്ങൾ വുമൻ്റെ മെൻ്റൽ ഹെൽത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൾട്ടി ടാസ്കർ റോളിനെ കുറിച്ച് പറയുമ്പം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ബേൺ ഔട്ട് ഇല്ലേ, ഫിസിക്കൽ മാത്രമല്ല മെന്റൽ ബേൺ ഔട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഫിസിക്കൽ ബേൺ ഔട്ട് ഉണ്ടോ, നമുക്ക് ക്ഷീണം വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ മെന്റൽ ബേൺ ഔട്ടിൽ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാറില്ല, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. അത് എങ്ങനെ തിരിച്ചറിയാം മെന്റൽ ബേൺ ഔട്ട് എനിക്കുണ്ട്, ആ കണ്ടീഷൻ എനിക്കുണ്ട്, എങ്ങനെ അതിനെ മറികടക്കാം? മെൻ്റൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. അതായത് സംതിങ് ഈസ് റോങ്. എനിക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊന്നും എനിക്ക് പ്ലഷർ കണ്ടെത്താൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊരു പേർപ്പസ് ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ബാക്കി എല്ലാവരോടും ഹാപ്പിയാണ്, പക്ഷേ ഇന്നറിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഹാപ്പി ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് അതേപോലെ നമ്മൾ യൂഷ്വലി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിരുന്ന ടാസ്കുകൾ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റാതെയാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രോഡക്റ്റിവിറ്റിയിലാണെങ്കിലും അത് നമുക്ക് തരുന്ന റിസൾട്ടിലൊക്കെ ആണെങ്കിലൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവാം നമ്മളൊരു ബേൺ ഔട്ട് സ്റ്റേജിലാണെന്നുള്ളത്. ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി നമ്മൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ ബേൺ ഔട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബേൺ ഔട്ട് എങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ മൾട്ടി ടാസ്കിങ് റോൾ എടുക്കാൻ പറ്റില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ഒന്നിച്ച് അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം എനിക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ കമ്പയർ ചെയ്യാണ് മറ്റ് സ്ത്രീകളോട്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരോട്, മറ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ട് പറ്റുന്ന ഒരു റോളും ഐഡൻറ്റിറ്റിയും വർക്ക് ലൈഫും എൻ്റെ തന്നെ ഒരു ഗ്രാഫ് എനിക്ക് വേണം. ഞാൻ മറ്റാൾക്കാരുടെ ഗ്രാഫിനെ വെച്ചിട്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എന്നെ പറ്റിയിട്ട് കൂടുതലായിട്ട് അവെയർ ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വൺസ് നിങ്ങൾക്ക് ആ ഒരു സാച്ചുറേഷൻ ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഇപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ റോൾസ് ആൻഡ് ടാസ്ക് ഡിവൈഡ് ചെയ്തെടുക്കുകയും ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ വാലിഡേഷൻ നോക്കാതെ സ്വന്തമായിട്ട് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് ഓപ്പണായിട്ട് നോ പറയാൻ പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാനും ഓടിപ്പോയി ഒരു അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പല സ്ത്രീകൾക്കും അതില്ല. ഒരു ജഡ്ജ്മെൻറ്റ് നമ്മൾ പേടിച്ചിട്ട് പലപ്പോഴും പറയാറില്ല. അതിപ്പോൾ പാരൻസ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, വർക്ക് പ്ലേസിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ ജഡ്ജ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു സേഫ് സ്പേസ് ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ജഡ്ജ് ചെയ്യും, ഒരു സേഫ് സ്പേസ് ഇല്ല എന്ന് പറയുന്നില്ല, ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിലുള്ള നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇവർക്ക് ചുറ്റുമുള്ളവരുടെ അടുത്തും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്
ഒബ്ജക്റ്റീവ്ലി ഇതിനെ കാണുന്ന ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്തോ ഒക്കെ പോകാനുള്ള ഒരു ഓപ്ഷനും പലപ്പോഴും ഈ കുടുംബങ്ങൾക്കുള്ളിൽ അത് കുറവല്ലേ, എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തില്. കാര്യം ഇതിന്റെ ഒരു സ്റ്റിഗ്മ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ശരിക്കും? ഓക്കെ, ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിഗ്മ നമ്മൾ എത്ര കാലം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ കാണിക്കുന്ന പോലെ ഒന്നും, സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബേൺ ഔട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്നും കാണിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ്. ഒന്നാമത് ഇതന്നെയാണ്, എങ്ങനെയാണ് ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൾണറബിലിറ്റി ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, നല്ല സാലറി ഒക്കെ ഉള്ള ഒരാളാണ്, എങ്ങനെയാണ് ആൾ വൾണറബിലിറ്റി കാണിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത്, ഒരു അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനെപ്പറ്റി, മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ഇപ്പോൾ എടുക്കുന്നില്ലെങ്കിലും മറ്റെല്ലാ വഴികളും ഓഫായി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മറ്റെല്ലാ സംഭവവും ഇതായി കഴിഞ്ഞാൽ, ഒരു പ്ലാൻ ബി ആയിട്ടെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ഇതാണ്. പക്ഷേ സ്റ്റിൽ ഒരു സ്റ്റിഗ്മ എന്തായാലും ഉണ്ട്. സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളുടെ ജനറേഷനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ഇതിനെ കാണുമായിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ, നീ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും പോകണ്ട, നീ എൻ്റെ അടുത്ത് തുറന്ന് പറ എന്നുള്ളൊരു സംഭവം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട്. നീ എന്തിനാ ഇപ്പോൾ പൈസ ഒക്കെ ചിലവിട്ട് അവരുടെ അടുത്ത് പോകുന്നെന്നുള്ളത്. ഒരിക്കലും ഒരു ഫ്രണ്ടിനൊരു തെറപ്പിസ്റ്റ് ആവാൻ പറ്റില്ല. തെറപ്പി ഇല്ലെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടിനൊരു പ്രത്യേക ഒരു സ്ട്രക്ചറും ഫോർമാലിറ്റിയൊക്കെ ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അഡ്വൈസസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സൈക്കോളജിസ്റ്റിന് ഒരിക്കലും അഡ്വൈസസ് തരാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഡീഫോൾട്ട് സെറ്റിങ്സിനെ മനസ്സിലാക്കിയിട്ട് പുതിയ സംഭവങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു തെറപ്യൂട്ടിക് പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും ആ ഒരു ജഡ്ജ്മെൻറ്റിൽ തന്നെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കുറിച്ചും സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതിൽ ഈ ട്രാഡ് വൈഫ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. എല്ലാം ചെയ്യുന്ന വീട്ടമ്മയായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രം സ്ക്രാച്ച് അവർ കുക്ക് ചെയ്യുന്നു. ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാനുള്ള ഒരു സാധ്യതയില്ലേ? കറക്റ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. അതായത് ഇപ്പോൾ ഒരു മരണം അറിയണമെങ്കിൽ, ഒരു ജനനം അറിയണമെങ്കിൽ, ചുറ്റുമുള്ള വേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യം അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ വേണം. അല്ലെങ്കിൽ അതിന് പുറത്ത് നമുക്കൊരു ചോയ്സ് ഇല്ലാതെയായി. ഇപ്പോൾ ഒബ്വിയസ്ലി മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോപ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ്. അതായത് ഏത് ഇൻഫോർമേഷൻസിനോടും പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനും അതിനനുസരിച്ചിട്ട് മാറാനൊക്കെ ഉള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള ഒരു ബ്രെയിനാണ് നമ്മളുടേത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ആൾക്കാർ. അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ഫിൽട്ടർ ചെയ്തിട്ടുള്ളൊരു ലൈഫാണ് അവർ പുറത്ത് കാണിക്കുന്നത്, അല്ലേ? അതായത് ഒരു 30 സെക്കൻഡ്സ്, ഒരു 24 മണിക്കൂറിൽ നിന്ന്, ഇല്ലെങ്കിൽ ഒരാഴ്ചത്തെ അവരുടെ ഒരു ലൈഫിൽ നിന്ന് അതിനെ ചുരുക്കി ഒരു 30 സെക്കൻഡ്സിലേക്കാണ് ആക്കുന്നത്. അപ്പോൾ അവർ പുറമെ കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമ്മളതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ മെസ്സി ആയിട്ടുള്ള, അവരുടെ അടിപൊളി വീട് കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഫ്ലാറ്റ് കാണുമ്പോൾ നമ്മളുടെ വീട് ഇങ്ങനെ ചുറ്റൊന്ന് കണ്ണോടിക്കും. അവിടെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും, കുട്ടികളുടെ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല റീലും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു ടീനേജിലുള്ള, ഇല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലേക്കൊക്കെ കടന്നു വരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും. മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളതല്ല, അവർക്കും ഉണ്ട്. പക്ഷെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഫിൽട്ടർ നമ്മൾ വെക്കണം. ഒരു വാൾ നമ്മൾക്കിടയിൽ ഉണ്ടാവണം, ഒരു ഗ്ലാസ് വാൾ. അതായത് ഞാൻ നിങ്ങളുടെ എല്ലാ ലൈഫും കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ ലൈഫ് ഇതാണ്, നടുവിൽ നമുക്കിടയിൽ ഒരു വാളുണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഗ്ലാമറൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ലൈഫ്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് മെസ്സി ആയിരിക്കും, ഭയങ്കര പ്രോബ്ലംസ് ഉള്ളൊരു ലൈഫായിരിക്കും. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് വേണം എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ്. ലൈഫാണോ അവിടെ പ്രോബ്ലംസ് ഉണ്ടാവും, അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും, മെസ്സിനെസ് ഉണ്ടാവും, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അവരുടെ നമുക്ക് ബാക്കി ഇപ്പോൾ സിനിമയ്ക്ക് ആണെങ്കിലും നമുക്ക് സെൻസർഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ കെമിക്കൽ ലെവലിൽ പോലും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എത്രയോ കപ്പിൾ തെറപ്പിക്ക് വരുന്ന ആൾക്കാർ പറയുന്ന മെയിൻ പ്രശ്നം ഇതാണ്. അവർ കാണുന്നില്ല അവർ എത്ര ട്രിപ്പുകൾ പോകുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് എന്നെ ട്രിപ്പ് കൊണ്ടുപോകാൻ. നമ്മളുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ലൈഫ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരും ഇത് പറഞ്ഞ പോലെ കൊളാബറേഷനും അതിലും കിട്ടുന്നതൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കുക
എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുപോലെ ബോഡി പോസിറ്റിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കാണും നല്ല ബോഡിയുള്ള ആൾ, വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള രൂപം ഉള്ള ഒരാൾ. അപ്പം ഇതിലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും വളരെ ചെറുപ്പം തൊട്ടേ ഈ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുള്ളവരായിരിക്കും ബഹുഭൂരിപക്ഷവും. ഇത് നമ്മൾ പുറമേ നിന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒപ്പം ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വളരെ പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ ധരിക്കുന്ന ഒരുപാട് പേരുടെ ശരീരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നത്? ആദ്യം നമുക്ക് ആ ബോഡി ഷെയ്മിങ്ങിൻ്റെ ആസ്പെക്റ്റ് ഒന്ന് പറയാം. അതെ, ഇപ്പോൾ നമ്മളുടെ നാട്ടിൻ്റെ ഒരു കൾച്ചറിൻ്റെ പാർട്ടാണ് ഗ്രീറ്റിങ്സിൻ്റെ ഒപ്പം, അതായത് അസ്സലാമു അലൈക്കും നമസ്കാരം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം വരുന്നൊരു കാര്യമാണ് മെലിഞ്ഞല്ലോ തടിച്ചല്ലോ എന്നുള്ള. അപ്പം അത്രയും നോർമലൈസ്ഡ് ആണ് ആൾക്കാരുടെ ഐഡൻറ്റിറ്റി ഈസ് ഈക്വൽ ടു ആൾക്കാരുടെ ബോഡി എന്നുള്ളത് കാണുന്നത്. അപ്പോൾ പണ്ട് മുതലേ ആൾക്കാരെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മളറിയാതെ സബ് കോൺഷ്യസ്ലി ആ ഒരു ടാഗ് ലൈൻ നമ്മൾ തന്നെ ഉള്ളിലുണ്ട്. അതായത് ഇപ്പോൾ ഇന്ന് ഗ്ലാസ് ഹെയർ ബോഡി എന്ന് പറയുന്ന സാധനം, ഇല്ലെങ്കിൽ ഇന്ന് മെലിഞ്ഞിരിക്കണം, പിന്നെ തടിക്കാൻ പാടില്ല, ഡബിൾ ചീക്ക് പാടില്ല, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കുറേ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച കുറേ സ്ട്രക്ചർ ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും പെടാത്ത ആൾക്കാരെയാണ് ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത്. ഈ ബോഡി ഷെയ്മിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഭയങ്കര നോർമലൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓക്കെ, ദിസ് ഇസ് സംതിങ് നോർമൽ എന്നുള്ളൊരു തോട്ടിലാണ് നമ്മുടെ കുട്ടികളും വളർന്നു വരുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ചോട്ടാ ഭീം കാർട്ടൂൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ് ആയിട്ടുള്ള ബോഡിയാണ് സൂപ്പർ ഹീറോ, തടിച്ചിട്ടുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാലാണ് മറ്റേ ശത്രു. ആ ശത്രുവിനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തേണ്ടത്. ഇല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരായിരിക്കും എപ്പോഴും കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക, അങ്ങനെയുള്ള. അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ മുതലേ, അതായത് അവർ വളർന്നു വരുന്ന മുതലേ അവർ ചൂസ് ചെയ്യാതെ തന്നെ അവരുടെ മൈൻഡിലേക്ക് ഈ സാധനം ഇൻജെക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ആൾക്കാർ വളർന്നു വരുന്നത്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ കമൻ്റ് ഇടുന്നില്ലെങ്കിലും അവർ കമൻറ്റിലൂടെ കാണുകയാണ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോസ് ഷേപ്പ് ഉള്ള ആൾക്കാരെ കളിയാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ബുള്ളിങ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ദിസ് ഇസ് സംതിങ് അബ്നോർമൽ എന്നുള്ളൊരു തോട്ട് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബോഡി ഷെയ്മിങ് ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ സെൽഫ് എസ്റ്റീമിന്, അതായത് നമ്മളുടെ ആത്മാഭിമാനത്തെ, നമ്മളുടെ കോൺഫിഡൻസിനെ, എല്ലാത്തിനെയും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ അവരൊരിക്കലും ഒരു സോഷ്യൽ ഗ്രൂപ്പിലേക്ക് അവർ പ്രസൻറ്റ് ചെയ്യില്ല അവരെ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സോഷ്യലി ഐസൊലേറ്റഡ് ആവുന്ന കുട്ടികൾ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൊറോണ സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞൊരു സാധാരണ മാസ്ക് വെക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് സംഭവമായിരുന്നു. എന്തുകൊണ്ടാണ് പല ആൾക്കാർക്ക് മാസ്ക് വെക്കാന്ന് പറയുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ട് തോന്നിയപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അവർ ഇൻസെക്യൂർ ആയിട്ടുള്ള അവരുടെ പല്ലായിക്കോട്ടെ മൂക്കായിക്കോട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ഇൻസെക്യൂർ ആവേണ്ടി വരുന്നത്? കാരണം അവരിങ്ങനെ ആവണമെന്ന് വിചാരിച്ചിട്ടായ ആൾക്കാരോ ഇല്ലെങ്കിൽ സംതിങ് വെരി അബ്നോർമൽ സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ ബോഡി ഷെയ്മിങ് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ ആസ് എ പേഴ്സണാലിറ്റി അവരുടേത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഈ ബോഡി ഷെയ്മിങ് ഉണ്ടാക്കുന്നുണ്ട്. അവർ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ആൻഡ് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഇൻസെക്യൂരിറ്റി കാരണമാണ് ഇത് ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും. അപ്പം അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ളൊരു റൂട്ട് കോസ് ഈ ബോഡി ഷെയ്മിങ്ങിന് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴാണെങ്കിലും ഈ ഫേസ് ട്യൂൺ ആപ്പൊക്കെ പോലെയുള്ള സംഭവങ്ങൾ നമ്മളുടെ ഫേസിനെ ഭയങ്കര മെലിഞ്ഞതാക്കി കാണിക്കുക. അപ്പോൾ ഒരു ഫിൽറ്റേർഡ് വേർഷനാണ് കാണുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പലപ്പോഴും ലോജിക്കലി നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് നമ്മളിങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. ആൻഡ് വെരി സാഡ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ളൊരു റിസർച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതത്തിനെ പറ്റി പറയുന്നത്, അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇൻസെക്യൂരിറ്റി മനുഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുള്ളൂ, അല്ലേ? എനിക്ക് എൻ്റെ മുഖത്തുള്ള കുരുവിനെ പറ്റി ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കുരു മാറാനുള്ള സാധനം വാങ്ങിക്കുള്ളൂ. അപ്പോൾ അൽഗോരിതത്തിനെ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയ ആൾക്കാർ ഇൻസ്റ്റഗ്രാം, കാരണം അവർക്ക് മോണിറ്റൈസ് ചെയ്യുന്നത് ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സാഡ് റിയാലിറ്റിയാണ്. അതും ഇതിൻ്റെ പിന്നിൽ ഒരു ഇന്റർണലൈസ്ഡ് ഒരു ക്യാപിറ്റലിസം ഉണ്ട് എന്നുള്ള സംഭവം ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഇന്റർവ്യൂവിന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്ത്രീകൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കണം, മറ്റുള്ളവരുടെ വാക്കുകൾ അധികം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാതിരിക്കാൻ നോക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലും ഈ ബൗണ്ടറി സെറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മാത്രമല്ല, നമുക്കൊരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കണമെങ്കിൽ
ബൗണ്ടറി സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ആൾക്കാർ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, അതായത് പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറി ഉള്ള ആൾക്കാരൊക്കെ സൊസൈറ്റി കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള തൻ്റേടിയായിട്ടുള്ള ഒക്കെ ആൾക്കാരായിട്ടാണ്. അപ്പോൾ ഒരു ബൗണ്ടറി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ വെൽബീയിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ ഇതാണ്, എനിക്കിതേ പറ്റുള്ളൂ, ഇതിൻ്റെ അപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കൈൻഡായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബൗണ്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഓക്കെ ദിസ് ഈസ് ദ തിങ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളെപ്പറ്റി മനസ്സിലാക്കുകയും നമ്മളെപ്പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആവാൻ വേണ്ടിയിട്ട് ഹെൽത്തി ബൗണ്ടറീസ് ഭയങ്കര അത്യാവശ്യമാണ്. അതായത് പാർട്ട്ണറിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണം, എൻ്റെ പാർട്ട്ണറിന് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും, ആളുടെ ആളുടെ ഒരു ഇതിനെ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇന്ന കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത് ഈ ബൗണ്ടറീസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതായത് ആദ്യം നമ്മൾ സെൽഫ് അവെയർ ആവണം. അതായത് എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് അതേപോലെ നമ്മളുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം. ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം, ഇല്ലെങ്കിൽ നീ ശബ്ദം ഉയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺവെർസേഷൻ എൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം. ആൻഡ് അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബൗണ്ടറീസ് പലപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്തേയും മിണ്ടാവരുതിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾ യൂസ് ചെയ്ത ടോണ് മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ, നമ്മൾ പറഞ്ഞ കാര്യം അവർ ശ്രദ്ധിക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പക്ഷേ ഫേം ആയിട്ട് ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. അത് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് നീ ഇന്നലെ എനിക്ക് തന്ന ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്ത് തന്നാൽ മതിയോ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും സെറ്റ് ചെയ്ത് തരാം. അവിടെ എൻ്റെ പ്രോപ്പറായിട്ട് എൻ്റെ സംഭവം അവിടെ കമ്മ്യൂണിക്കേറ്റ് ആയി. ആൻഡ് അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ അപ്സെറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ദിസ് ഇസ് നോട്ട് ദ വേ, എൻ്റെ അടുത്ത് ഇങ്ങനെയല്ല നീ സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ടോളറേറ്റ് ദ ഡിസ്കംഫർട്ട്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതായത് ഞാൻ നോ പറയുന്ന സമയത്ത് എന്തായാലും ഒബ്വിയസ്ലി ഡിസ്കംഫർട്ട്, ഇവളെന്താ നോ പറയുന്നില്ലെങ്കിൽ ഇവൾ ഇന്നലെ വരെ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നുള്ളൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അത് നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ നമുക്ക് വേഗം ഗിൽട്ട് ഫീലിംഗാണ് വരിക, പക്ഷേ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അവർക്ക് സങ്കടമായും തോന്നുന്നു എന്നിട്ട് നമ്മൾ ബാക്കിൽ പോയി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചെയ്യാമെന്ന് പറയും. അവിടെ ആ സാധനം ബ്രേക്കായി. നമ്മൾ പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മളവർ മുഖം തിരിച്ചു പോകുമ്പോഴോ ഇല്ലെങ്കിൽ അവർ സങ്കടപ്പെട്ടു പോകുമ്പോഴോ നമ്മളുടെ ബോഡി വാസ് തിങ്കിങ് നമ്മൾ എന്തോ ഡേഞ്ചർ സിറ്റുവേഷനിലായി എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഡിസ്കംഫർട്ട് ആയത് ഇസ് നോട്ട് സംതിങ് ഡേഞ്ചറസ്. ഐ ഹാവ് ടു അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കണം. അപ്പോൾ ആ ഒരു ഡാമേജസിന് ടോളറേറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും പഠിക്കണം. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്നിപ്പോൾ ഒരു എസ് പറഞ്ഞു വെച്ചാൽ ഇന്നലെ എസ് പറഞ്ഞല്ലേ ഇന്നും എസ് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയരുത്. പ്രോപ്പറായിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അതായത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഇവളിങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഓരോ ദിവസം ഓരോ ബൗണ്ടറീസ് ആണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ അപ്പും കൂടി ചെയ്യുമ്പോൾ ഇതാണ് ഒരു 5 സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക, ഒരു റിലേഷൻഷിപ്പിൽ ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച കേൾക്കാം. വനിതാവേദി സമാപിക്കുന്നു. വനിതാവേദി.